you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പറ്റി റാം? ഒന്നുമില്ല വിട്രേ. ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചു എന്നതാ. അല്ല, നീ എന്താ കിടക്കുന്നില്ലേ? ബാ കിടക്കാം. അതിനെന്താ, കിടക്കാമല്ലോ. അതിനു മുമ്പേ റാമിന്റെ മുഖത്ത് ഈ വിഷമത്തിന്റെ കാര്യം എന്താന്ന് പറ, എന്നിട്ട് നമുക്ക് കിടക്കാം. ഇത് വല്ലാത്ത കഷ്ടമല്ല. എടാ ഒന്നുമില്ലടാ. അങ്ങനെ വിഷമം എന്തൊക്കെ ഉണ്ടാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒരുപാട് വിഷമമുണ്ട്. അതെല്ലാം കൂടി നിന്റെ അടുത്ത് പറയാൻ നിന്നാ നിന്റെ തലയ്ക്ക് വട്ടുപിടിക്കും. അതുകൊണ്ട് ഏതായാലും ഞാൻ എല്ലാം കൂടെ വിവരിച്ച് പറയാൻ നിൽക്കുന്നില്ല. പിന്നെ ഇപ്പൊ എന്റെ വിഷമം എന്താന്ന് പറഞ്ഞാൽ, ഞാനൊരാളോട് വലിയ കാര്യമായിട്ടൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. തിരിച്ചെന്നോട് വലുതായിട്ട് കാര്യമായിട്ടുള്ള മറുപടിയൊന്നും പറഞ്ഞില്ല. അതാ ഇപ്പോഴത്തെ എന്റെ വിഷമം. തോന്നി ഊഹിച്ചായിരുന്നു. അല്ല, ആരാ പറഞ്ഞില്ലാന്ന്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത്രേ പോലെ. ഇനി അതിനേക്കാളും വലിയ എന്ത് മറുപടിയാണ് എനിക്ക് വേണ്ടേ? അതിനേക്കാളും എന്താ വലുത് വേണ്ടതെന്നൊക്കെ ചോദിച്ചാ ചുമ്മാ ഒരു കിസ്, അല്ലെങ്കിൽ ഒരു 80+ 21+ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഫോഴ്സ്ഡായിട്ട് ചെയ്യിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കിസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതെ മോരെ പോയി കിടന്ന് ഉറങ്ങിയേനെ. ഓഹോ, ഐ സി. ശരിക്കും അപ്പൊ ഒരു കിസ് കിട്ടിയ റാമേട്ടൻ ഒതുങ്ങുന്നാണോ പറയുന്നത്? ഒരു കിസ്സിലൊക്കെ ഇപ്പം എന്റെ റാമേട്ടനെ ഒതുക്കാൻ പറ്റുമോ? അങ്ങനെ ഒതുക്കുന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ ഒരു കിസ്സിലൊന്നും ഒതുക്കാൻ പറ്റത്തില്ല. അത് സത്യം തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനും അന്തരീക്ഷമയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു കിസ്സിലൊക്കെ ഒതുങ്ങാം. അഡ്ജസ്റ്റബിൾ ലൈഫ് ഈസ് ബെറ്റർ എന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ അങ്ങ് പോകുന്നല്ലേ നല്ലത്. ഓ, അഡ്ജസ്റ്റബിൾ ലൈഫ് ഈസ് ബെറ്റർ അല്ലേ? അപ്പോൾ പിന്നെ ഈ ലൈഫ് ലോങ് ഒരു കിസ്സിൽ തന്നെ അങ്ങ് ഒതുങ്ങി ജീവിക്കാനാണോ റാമേട്ടൻ്റെ ഉദ്ദേശം? അല്ല, നീ ഇത് എന്തുദ്ദേശത്തിൽ ഈ റാമേട്ട എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും എനിക്ക് വല്ലാണ്ടത് സുഖിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നീ പറഞ്ഞതിലെന്താ ഉദ്ദേശിച്ച്? ഈ ജീവിതകാലം മുഴുവൻ കിസ്സിൽ ഒതുക്കാന്ന്? അതിൻ്റെ അർത്ഥം നീ എനിക്കൊരിക്കലും ഒന്നും തരത്തില്ലെന്നാണോ? എങ്ങാനും ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ റാം എന്തായിരിക്കും മറുപടി പറയാ? അതിപ്പം ഞാനെന്ത് പറയാനോ? ഈ പ്രണയം എന്നൊക്കെ പറയുന്ന ഈ ശരീരം തമ്മിലുള്ളതല്ലല്ലോ, മനസ്സ് തമ്മിലുള്ളതല്ലേ. അപ്പൊ പിന്നെ ഒരാൾ തന്നാലേ നമുക്ക് അനുഭവിക്കാൻ യോഗമുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കും. പിന്നെ ഇപ്പം നീ എനിക്ക് ഒരു കിസ്സോ അല്ലെങ്കിൽ നീ എന്നെ കൂടുതലൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ പറയാൻ പറ്റുമോ? മനസ്സുകൊണ്ട് സ്നേഹിച്ചില്ലേ? ഓ, അപ്പൊ അതൊക്കെ അറിയാം. ഞാൻ വിചാരിച്ച് അപ്പൊ അസ്ഥിക്ക് പിടിച്ചിട്ട് നടക്കാണോ മോൻ? എന്നിട്ട് ബാക്കി പറ. എന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പം ഏതായാലും ഒന്നും നടക്കത്തില്ലല്ലോ. പിന്നെ അതിനാ നിൽക്കുന്ന വെറുതെ കുട്ടികളൊക്കെ നിൽക്കും പോലെ ഞാൻ കയറി കിടന്നോളാം. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. അങ്ങനെ പിണങ്ങല്ലേ എൻ്റെ റാമേട്ടാ. നിക്ക്, ഞാൻ ബാക്കി പറയട്ടെ. കുത്തുവിളക്കാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് കുത്തുവിളക്ക് ഓട്ട വിളക്കൊന്നുമല്ല, നല്ല വിളക്ക് തന്നെയാണ്. പോരെ. പിന്നെ എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ താൻ എന്ത് വാങ്ങാണ്ടി ചോദിച്ചാലും ഞാൻ തരും. പക്ഷേ ഇപ്പം ഞാനൊന്നിനും പ്രിപ്പയർഡ് അല്ലല്ലോ. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഫസ്റ്റ് ചോദിച്ച സാധനം ഞാൻ തനിക്ക് ഇപ്പം തരാം. അല്ലെങ്കിൽ വേണ്ട, താൻ കിടക്കാൻ പോവല്ലേ, താൻ പോയി കിടന്നോ. ശരിയെന്നാ. പിന്നോട് തനിക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് തോന്നുമ്പോൾ വന്നാൽ മതി, അപ്പം ഞാൻ വന്നേക്കാം. എന്തായാലും കിടക്കാൻ കയറി തന്നെ ഞാൻ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കയറി കിടന്നോ. ഗുഡ് നൈറ്റ്. അയ്യോ, അല്ല ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഇനി ഒരിക്കലും കിടക്കുന്നില്ല. അല്ല, നീ എന്താ തരുമെന്ന് പറഞ്ഞ് അത് തന്നിട്ട് കിടക്കാം. അല്ലെങ്കിൽ എനിക്ക് സമാധാനക്കേട് കാരണം ഉറക്കം വരത്തില്ല. അതുകൊണ്ടാ നീ തരാന്ന് പറഞ്ഞ സാധനത്താ. എന്ത് നമുക്ക് കിടക്കാം, ഒരുമിച്ച് കിടക്കാം. നീ താ.
അയ്യോ അത് വേണ്ട, അത് ശരിയാവത്തില്ല. എന്തായാലും താ കിടക്കാൻ പോയാലേ തമ്മിൽ കിടന്നു. ശരി എന്നാ. പീറ്ററെ അങ്ങനെ പറയല്ലേ, താനെന്താ തരാന്ന് പറഞ്ഞെന്ന് പറ. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തൻ്റെ അങ്ങ് എടുക്കും. അതായിരിക്കും ഞാൻ മിക്കവാറും ചെയ്യുന്നത്. പ്ലീസ് താൻ തരാന്ന് പറഞ്ഞെന്ന് പറ. ഓഹോ, അപ്പൊ താൻ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ നിന്ന് എടുക്കുമോ? എനിക്ക് വേണമെന്ന് തീരുമാനിച്ചാൽ അത് നീയല്ല, ഈ ദൈവം തമ്പുരാനാണെങ്കിൽ അവിടെ കയറി എടുത്തിരിക്കും. പിന്നെ ഈ തുടക്കത്തിലേക്കുള്ള കുറച്ച് മാന്യത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം നിന്നത്. പക്ഷെ ഇനി ഒരുപാട് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് എടുക്കും. കേട്ടോ? ഓക്കെ, നിന്നോട് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ റാം. എടുത്തോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിനക്കെന്താ വേണ്ടേ, ഞാനെന്തിനെ സമ്മതിച്ച് അത് മാത്രം, അതിൽ കൂടുതൽ പാടില്ല. കാരണം ഞാനൊന്നിനും പ്രിപ്പയർഡ് അല്ല ഇപ്പോഴും. ഇല്ല, ഒരിക്കലല്ല. ഞാനായിട്ട് ഒന്ന് ഫോഴ്സ് ചെയ്തൊന്നും വാങ്ങില്ല നിന്റെ ഉറപ്പാണ്. പിന്നെ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ടൈമിലാണ് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സോ ക്യാൻ ഐ കിസ് യു? യെസ്. ഇന്നത്തേക്ക് ഇത്ര മതി. ബാക്കി നമുക്ക് നന്നായിട്ട് സ്നേഹിച്ചിട്ട് മതി കേട്ടോ. ഗുഡ് നൈറ്റ്. അല്ല പീറ്റർ, കോപ്പ്. വച്ചതേ വെച്ച് നല്ലപോലെ വെച്ചില്ല മൈരി. എന്നെ എന്തിനു കൊള്ളാം. അല്ലെങ്കിൽ ആ കിസ് പിടിച്ചെനി കേറാനുള്ളായിരുന്നു. അല്ലെങ്കിലും ഒരാളുടെ സമ്മതമല്ലാതെ അയാളുടെ ശരീരത്തൊക്കെ തൊടുന്ന മോശം. ഒരു കിസിനല്ലേ പെർമിഷൻ വന്നോളൂ. അതുകൊണ്ട് തന്നില്ലേ? വേറെ ഏതെങ്കിലും ആണെങ്കിൽ തരുമോ? ഇല്ലല്ലോ. ഇനി കേട്ടോ, ഇനി ഇഞ്ചി ചെയ്തിരുന്നൂടാ നോക്കിക്കോ. ബിക്കോസ് ഐ ലവ് യു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇതൊന്ന് ഒത്തിരി ഇഷ്ടം. ഒത്തിരി ഇഷ്ടം. അല്ല, നീ എന്താ കിടന്നില്ലേ? നീ എന്താ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട്? എന്താ കാര്യം? എന്താ നിന്റെ മുഖത്തൊരു കളലക്ഷണം? അല്ല, നമ്മള് ഇന്നാണല്ലോ ആദ്യമായിട്ട് ഒരുമിച്ച് കിടക്കുന്നേ. അത് മാത്രമല്ലാതെ പിന്നെ പോരാണ്ടിരുന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഓ, ഫസ്റ്റ് നൈറ്റ് അല്ലേ? നടന്ന തന്നെ. മിക്കവാറും ഈ പോക്കാണെങ്കിൽ ഇന്ന് നിന്റെ ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും. എൻ്റെ പൊന്നു മോനെ, നടക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു. അതെന്താ നടക്കത്തില്ലേ? അതെ, ഞാൻ വിചാരിച്ച അതും അതിൻ്റെ വലുതും നടക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ മാന്യത വെച്ച് നിൻ്റെ അടുത്ത് ചോദിച്ചു, അത്രേ ഉള്ളൂ. നീ ഒന്നോലും പറയണ്ട. ആ ടൈം പോലും എനിക്ക് വേണ്ട. നിന്നെ പീഡിപ്പിച്ച് ചന്നം പിന്നാക്കി കളഞ്ഞു. ഓ പിന്നെ ഞാനങ്ങ് നിന്ന് തരല്ലേ നിനക്ക് പീഡിപ്പിക്കാനായിട്ട് കേട്ടോ. സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യമാണ് മോനെ ലൂക്ക നീ നിന്ന് പറയുന്നതെല്ലാം. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ ഇപ്പം നടത്തിത്തരാം കേട്ടോ. ഈ പോക്കാണെങ്കിൽ നിന്റെ 16 അടി എന്തിനാ ഞാൻ നടത്തൂടാ. പീഡിപ്പിക്കാൻ വന്നിരിക്കുന്ന മുതലുണ്ടല്ലേ, എൻ്റെ 1/2 ഇഞ്ചെങ്കിലും വളർന്നിട്ട് മതി നീ എന്നെ പീഡിപ്പിക്കുന്നത്. വളർച്ചയുടെ കാര്യമൊന്നും നീ കൂടുതൽ പറയണ്ട. ഈ കാര്യത്തിൽ നിന്നെക്കാളും 16 കൂടുതലുണ്ടവനാണ് ഞാൻ കേട്ടോ. ഞാൻ ഇപ്പോൾ വിചാരിച്ച എന്നെ കൂടെ നീ വീണ്ടും ഡയലോഗ് മാത്രമായിട്ട് അടുപ്പിക്കരുത് എൻ്റെ പൊന്നു കാശി. എനിക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മൊത്തത്തിലുള്ള കൺട്രോൾ പോയാൽ നിൽക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് എനിക്കൊരു കിസ്സെങ്കിലും തന്നോ, ഇല്ലെങ്കിൽ അമ്മച്ചാണേ രാത്രി ഞാൻ നിനക്ക് ഒരു ബലാത്സംഗം ചെയ്യും, ഉറപ്പാണ്. എന്താ മോനെ നീ ഇപ്പോൾ പറഞ്ഞേ? നിൻ്റെ കൺട്രോൾ പോയി നിൽക്കുകയായിരുന്നു അല്ലേ? അത് ഇന്നാളായിട്ടല്ലേ നിൻ്റെ കൺട്രോൾ പോയി തുടങ്ങിയത്? അപ്പം പണ്ട് ഒരു 3-4 വർഷം മുമ്പേ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് പ്രേമിക്കാൻ തുടങ്ങിയ എൻ്റെ കൺട്രോൾ എന്നേ പോയതായിരിക്കും. നിൻ്റെ ഈ ചിരിയും നിൻ്റെ ഈ വശീകരിച്ചുള്ള നോട്ടവും ഇതൊക്കെ കണ്ടിട്ട് എന്നേ പോയതായിരിക്കും. എന്നിട്ട് ഞാൻ ഇത്രയും കാലം പിടിച്ചിരുന്നല്ലോ. എന്നിട്ട് എൻ്റെ പൊന്നുമോൻ ഇത്രയും നാളായിട്ട് പിടിച്ചിരിക്കാൻ പഠിച്ചില്ലല്ലേ? എന്നാ നീ പഠിക്കണ്ടടാ. നിനക്ക് ഞാൻ എന്തൊക്കെയോ തരണമെന്ന് വിചാരിച്ചായിരുന്നു വന്നത്. ഇനി ഞാൻ തരുന്നില്ല. എന്താ 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 ഓഹോ ഓഹോ ഇപ്പം അങ്ങനെ ആയല്ലേ? അപ്പം നീ തരത്തില്ലല്ലേ? നീ തന്നില്ലെങ്കിൽ എനിക്ക് എടുക്കാറില്ലടാ പുല്ലേ. ഞാൻ എടുത്തോളാം. ദേ ലൂക്ക, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇമാതിരി പരിപാടി എൻ്റെ അടുത്ത് കാണിക്കാൻ വരരുതെന്ന്. ശരിയാ, എനിക്ക് നിന്നെ ഇഷ്ടം, നിനക്കെന്നെ ഇഷ്ടം.
അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇതൊന്നും ഇപ്പം വേണ്ട. ഓ, അപ്പം നിനക്കിതൊന്നും ഇപ്പം വേണ്ടല്ലേ? അല്ല, കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു വർഷങ്ങളായി ആരൊക്കെ എന്തൊക്കെ പിടിച്ച് കെട്ടി വെച്ചേക്കാണ്. അതൊക്കെ ഇപ്പം അഴിച്ചിടുന്നല്ലേ നല്ലത്. ഇപ്പം അഴിച്ചിടുന്ന തൽക്കാലം നല്ലതല്ല. നീ മാറിക്കേ, ഞാൻ പോയി കിടക്കട്ടെ. രാവിലെ എണീക്കാനുള്ളതാ. രാവിലെ എണീച്ചിട്ട് എന്താ മോനെ, കരിങ്കല്ലൊന്നും വെട്ടാൻ പോകണ്ടല്ലോ നിനക്ക്? നിനക്കങ്ങനെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നിനക്ക് രാവിലെ എണീച്ചിട്ട് എന്താ, കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് നിന്നൂടെ? അടുത്ത് നിൽക്കണ്ട, അടുത്ത് നിൽക്കുന്നതന്നെ പ്രശ്നവും. നീ ലൂക്ക കളിക്കല്ലേ, നീ മാറിക്കേ. നമുക്ക് വേണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ ദൂരെ നിന്ന് സംസാരിക്കാം. 2 കിലോമീറ്റർ ദൂരെ നിന്ന് സംസാരിക്കാൻ എനിക്ക് കൊറോണയെന്നാണല്ലോ കാശ്. എനിക്കിപ്പോൾ ഒരു കിസ് കിട്ടണം, കിട്ടിയേ പറ്റുള്ളൂ. അതും ചുണ്ടി തന്നെ. നിനക്ക് തരാൻ പറ്റുമില്ലേ? അത് നീ മുഖത്തേക്ക് പ്രകാശം. നീ എന്തിനിങ്ങനെ ഫോർമാലിറ്റിയൊക്കെ ആയിട്ട് ചോദിക്കുന്നത്? തരാൻ പറ്റുമില്ലേ എന്നൊക്കെ. തരാൻ പറ്റാതിരിക്കാൻ നീ അന്യനൊന്നല്ലല്ലോ, ഞാൻ സ്നേഹിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പം വേണ്ടെന്നല്ലോക്ക. ഇപ്പോൾ എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കുറച്ച് ടൈം തന്നൂടെ? നീയല്ലേ അക്സെപ്റ്റ് ചെയ്യാത്ത? അതെൻ്റെ കുറ്റമല്ലല്ലോ. ഞാൻ സ്നേഹിക്കുന്ന ആളിൽ നിന്ന് ഇതിനും വലുതൊക്കെ എനിക്ക് വേണമെന്നുണ്ട്, ഇതിനും വലുതൊക്കെ എനിക്ക് കിട്ടണമെന്നുണ്ട്. ഇതൊക്കെ തുടക്കട്ടെ നീ തന്നെയല്ലേ? നീ എന്ന കാട്ടി വെച്ച് എന്തൊക്കെ പറഞ്ഞ് നിനക്കല്ല ഓർമ്മയുണ്ടോ? അന്ന് ഞാനിങ്ങനെയൊന്നും സംസാരിച്ചില്ല. നീ തന്നെ പറഞ്ഞത് നിനക്കെന്നെ കിസ് ചെയ്യണമെന്നുണ്ട്, നിനക്ക് ഞാനുമായിട്ട് പലതും ചെയ്യണമെന്നുണ്ട്, നിനക്ക് ഞാനുമായിട്ട് സെക്സ് ചെയ്യണമെന്നുണ്ട്. എന്തൊക്കെയായിരുന്നു നീ എന്ന് പറഞ്ഞത്? എന്താ ഇപ്പം ഞാൻ നിൻ്റെ ഇത്ര അടുത്ത് നിന്നപ്പോൾ നിനക്കൊന്നും എൻ്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതെന്താ? നിനക്കപ്പോൾ എൻ്റെ കൂടെ ഇതൊന്നും ചെയ്യണമെന്നില്ലേ? ഉണ്ട് ലൂക്ക, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കുണ്ട് നിൻ്റെ കൂടെ എല്ലാം ചെയ്യണം, ലൈഫ് ലോങ് നിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ ഐ കാൻറ്റ് ബിലീവ് ദിസ്. എനിക്കിതൊന്നും അങ്ങോട്ട് മിണ്ടരുത് നീ. എന്താ നിർത്തിയതോ? നിനക്കല്ലേ വേണ്ടാന്ന് പറഞ്ഞേ. എന്നിട്ടിപ്പോൾ ഞാൻ വച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചാരാ? ഞാനാണോ അതോ നീയാണോ? ലുക്ക, ഞാൻ നിന്നോട് ചോദിച്ചൊരു മറുപടി അതല്ല. നീ എന്താ നിർത്തിയേ? പ്ലീസ് ഗിവ് മീ വൺ മോർ. കാശി, are you sure? Can I kiss you one more? Oh, why are you asking, man? Yeah, of course. Please kiss me one more. But കാശി, ഞാൻ ചിലപ്പോൾ ഒരു കിസ്സിലൊന്നും നിർത്തില്ല. I can't control myself. Yeah, I know, Luka, I know. But I can't control. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് മതിയായെന്ന് തോന്നുമ്പോൾ നമുക്ക് നിർത്തിയ പോരെ. ബട്ട് ഇപ്പോൾ ഐ വാണ്ട് വൺ മോർ കിസ്, പ്ലീസ്. ഓക്കെ, റിലാക്സ്. ഓക്കെ.
ലൂക്ക ലൂക്ക നിർത്ത്. എന്താ നീയല്ലേ പറഞ്ഞേ? ഞാനെപ്പോഴും പറഞ്ഞല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. നീ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, നിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഓ, അത് നീ ഈ ടേണിംഗ് പോയിന്റിലെത്തുമ്പോഴാണ് ഓരോന്ന് വിളിക്കുന്നത്. ഓടും പോയി. നിനക്ക് എന്താ കാര്യം? എനിക്കൊന്നുമില്ല. നമുക്ക് ആവാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇന്ന് വേണ്ട. ഇന്ന് ഓൾറെഡി നമ്മൾ നല്ല ടയേർഡാണ് അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നിട്ട്. സോ വേറൊരു ദിവസത്തേക്ക് ആയിക്കൂടെ? ഇന്ന് വേണ്ടല്ലോ കാ, പ്ലീസ്. അതിന് നീയല്ലേ ടയേർഡ്, അല്ല ഞാനല്ലോ. നീ ഓർക്കും. ലൂക്ക, നീ പിണങ്ങല്ലേ? ഇന്ന് വേണ്ട പ്ലീസ്. ഇതിന് പകരം ഞാൻ നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തുതരാം പ്ലീസ്. നീ എന്തും വേണ്ട. എന്ത് ചെയ്യോ? നീ ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യോ? ദൈവമേ, അവനിനി എന്ത് തേങ്ങയാണോ പറയാൻ പോകുന്നത്? എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണെങ്കിലും ഞാൻ ചെയ്യും, പോരെ? അത് മതി. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. കേട്ടിട്ട് നീ ചെയ്യൂല എന്നാണ് പറഞ്ഞു. കൊന്നളഞ്ഞ തന്നെ. ഇല്ല, പറയത്തില്ല. നീ പറ. ഓക്കെ ഞാൻ പറയാം. ഇന്ന് ഏതായാലും നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും നടക്കുമല്ലോ. ആ ദിവസം ഏതായാലും നമ്മളിൽ ഒരു ടോപ്പോ ബോട്ടോ ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മുടെ ക്യാരക്ടർ വെച്ച് എന്തായാലും ഉറപ്പായ കാര്യമാണ്. സോ എന്നാണ് നമ്മൾ അങ്ങനൊരു ഇതിലോട്ട് വരുന്നത്, ആ ദിവസം ഫസ്റ്റ് ഇതിൽ യു വിൽ ബി മൈ ബേബി ബോയ്. ഇല്ല ലുക്ക, നീ മിണ്ടാ തന്നെ നടക്കാനേ പോകുന്നില്ല. നിന്റെ സ്വപ്നത്തിൽ മാത്രമേ നടക്കുള്ളൂ. അല്ല, സ്വപ്നത്തിൽ നടന്നുകൊണ്ടാണല്ലോ റിയൽ ലൈഫിൽ നടക്കുമെന്നറിയാൻ വേണ്ടി ചോദിച്ചത്. പ്ലീസ്, എന്നെ പൊന്നെ കാശല്ലേ, പ്ലീസ് ഒരു പ്രാവശ്യം മതി, ഒരേ ഒരു പ്രാവശ്യം, പ്ലീസ്. ഇല്ല. നീ ചോദിച്ച കാര്യത്തിന് മാത്രം എനിക്ക് യാതൊരു ഉറപ്പ് തരാൻ പറ്റില്ല. ഇത് പൊന്നു ലുക്ക, നടക്കാത്ത സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, നിന്നെ പിടിച്ച് ബലമായിട്ട് നടത്തിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല. പിന്നെ നിൻ്റെ സമ്മതത്തിൽ അങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്കിതിനെ വേണം. നീ എനിക്ക് വാക്കുന്നതാ, അത് നീ സമ്മതിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ സമ്മതിക്കണം. പറ്റുമോ? ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ടൊരു കണ്ടീഷൻ. ഞാൻ നിനക്ക് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് നിൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നു കഴിഞ്ഞാൽ അറ്റ് ദ നെക്സ്റ്റ് ഡേ നീയും എൻ്റെ മുമ്പിൽ വെറും ഒരു ബേബി ബോയ് ആയിട്ടിരിക്കേണ്ടി വരും. ഈ ഡേയിൽ നോക്കുകയാണെങ്കിൽ എനിക്കും ഓക്കെയാണ്. പറ്റുമോ നിന്നെക്കൊണ്ട്? വൈ നോട്ട്? ഐ എം ഓക്കെ വിത്ത് ദിസ്. ബിക്കോസ് എനിക്കിതിനെ അങ്ങനെയാണ് വേണ്ടേ. ഫസ്റ്റ് ടൈം എനിക്കിതിനെ അങ്ങനെ വേണ്ടേ. അതിനുവേണ്ടി പിന്നോട് അങ്ങനെയല്ല, ഏത് കോലത്തിൽ വേണോ ഞാൻ നിൻ്റെ മുമ്പിൽ വരാം. ഫസ്റ്റ് ഇത് നിന്നുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്കത് അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ആ ഡ്രീമിൽ ഞാൻ അത്രത്തോളം എക്സ്ട്രീം ലെവലായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സോ ഐ വാണ്ട് ദാറ്റ് ഫീൽ. ഞാൻ ഓക്കെയാണ്. അപ്പോൾ നാളത്തെ കാര്യം നാളെയല്ലേ, ഇപ്പം പോയി കിടക്കാമല്ലോ. കിടക്കാം. അല്ല, കിടക്കുന്നതിന് മുമ്പേ ഒരു കിസ് കൂടെ വെച്ചാലോ കാശി? വേണ്ട, ഇനി ആ ഡേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. ഞാൻ എൻ്റെ ബേബി ബോയ് ആയിട്ട് വരുന്ന ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. കിടക്കാം. ഇവനെന്താ വരാത്തെ? ഇതിപ്പോൾ കുറേ നേരമായല്ലോ. അല്ലെങ്കിൽ കയറി കിടന്ന് ഉറങ്ങിയാലോ? എനിക്ക് കിടന്നുറങ്ങിയപ്പോഴേ അവൻ വരുന്ന കാത്തിക്കാതെ കയറി കിടന്ന് ഉറങ്ങിയതാണ്. എന്ത് ചെയ്താലും കുറ്റമല്ലേ പറയത്തുള്ളൂ.
ഓ, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് മേലല്ലോ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, വരുമ്പോൾ കയറി കിടക്കാം. ഇല്ലെങ്കിൽ ഇനി അതിന് കുറ്റം പറയുന്നത് ഞാൻ കേൾക്കണ്ടേ? ഇനി എങ്ങാനും അവൻ വന്നിട്ട് എന്നോട് മോശമായിട്ട് അങ്ങനെ പെരുമാറിയാ? അവൻ അങ്ങനെയൊന്നും പെരുമാറില്ല. എങ്ങാനും പെരുമാറിയാൽ എന്നെ കൊണ്ടൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. എനിക്കും അവനിഷ്ടമല്ലേ, ഓവനും ഞാനും അങ്ങനെയൊക്കെ ചെയ്യൂലേ. പക്ഷേ ഞാനിത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവ ഇതൊന്നും മനസ്സിൽ പോലും ചിന്തിച്ച് കാണൂല. നീ ഇപ്പൊ എന്നെ കുറിച്ചല്ലേ ആലോചിച്ചേ? അല്ല, ഞാൻ നിന്നെ കുറിച്ചൊന്നല്ല ആലോചിച്ചേ. അത് നോണ, കല്ല് വെച്ച നോണ. എന്റെ അറിവിൽ ഒരാൾ ഇത്രത്തോളം ബ്ലഷ് അടിക്കണമെങ്കിൽ അത് അത്രത്തോളം അയാൾ പ്രണയിക്കുന്ന ആളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ആര് ബ്ലഷ് അടിച്ച്? ഞാൻ ബ്ലഷ് ഒന്നും അടിച്ചില്ല. അതാണ്ടാണോ എന്റെ അഭിമോന്റെ മുഖം ഇങ്ങനെ തക്കാളി ചോക്കുമ്പോൾ ചോന്നിരിക്കുന്നത്? അതൊക്കെ വിട്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എന്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? ഇത് പുതിയ ലുക്കായിരുന്നോ? കണ്ടാ പറയത്തില്ല പുതിയ ലുക്കാണെന്ന്. ഏതായാലും ബാക്കിയുള്ളവൻ്റെ കൺട്രോൾ കളയാനായിട്ടാണോ ലൂയിസ് ഇച്ചാൻ ഈ ലുക്കിലോട്ട് ഇറങ്ങിയത്? അതെന്താ, എന്നെ എങ്ങനെ ആടിയത്? നിന്റെ കൺട്രോൾ പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. നമുക്ക് കൺട്രോൾ പോകുന്നതിനൊക്കെ അങ്ങ് സെറ്റാക്കി എടുക്കാം. അയ്യോ, അത് വേണ്ട. അത് ലൂയിസ് ഇച്ചാൻ ബുദ്ധിമുട്ടാവത്തില്ലേ? എൻ്റെ കൺട്രോള് ഞാനങ്ങ് കൈ പിടിച്ച് തീർത്തോളാം, പോരെ? ശരി എന്നാ. പോലെ നിന്നെ അങ്ങനെ ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ എന്തിനാ കൈ പിടിച്ച് തീർക്കുന്ന? നിന്റെ കൺട്രോൾ പോയ ഫീലിങ്സ് ഒക്കെ നിനക്ക് എൻ്റെ അടുത്ത് തീർത്തൂടെ? എന്താണ് മോനെ ലൂയിസ് ഉദ്ദേശം? ഭിത്തിയിലൊക്കെ പിടിച്ച് ചാരി നിർത്തിയിട്ടുണ്ടല്ലോ. കിസ് ചെയ്യാനുള്ള ഉദ്ദേശമാണോ? എന്നെ അത്രയും വില കുറച്ച് കാണല്ലേ ബി? നിന്നെ കാണുമ്പോഴൊക്കെ ഒരു കടിച്ചിന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷെ ഇന്ന് ഞാൻ നിന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാതെ ഇവിടെ നിന്ന് വിടില്ല മോനെ. ബിക്കോസ് ടുഡേ ഐ വാണ്ട് യു. എനിക്ക് നിന്നെ വേണം എല്ലാ രീതിയിലും. എന്നിൽ നിന്ന് ഇനി മറ്റൊരാള് നിന്നെ ഒരിക്കലും എടുക്കാൻ പാടില്ല. ആ രീതിയിൽ എനിക്ക് വേണം. എടുത്തോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എടുക്കണ്ടെന്ന്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നീ എന്നെ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് തരും. എൻ്റെ ശരീരം മാത്രമല്ല, വേറെ എന്തും, എൻ്റെ ജീവൻ വേണമെങ്കിൽ. എനിക്ക് തന്നെ വേണം. എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ കൂടെ തന്നെ എനിക്ക് തന്നെ വേണം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കാൻ പോകുന്നില്ല. ഇന്നൊരു ദിവസം കൊണ്ട് നീ എൻ്റേത് മാത്രമായി തീരണം എല്ലാ അർത്ഥത്തിലും. നിനക്കെന്നെ വിശ്വസിക്കാം. നിനക്കെന്നെ വിശ്വസിച്ച് നിന്റെ എല്ലാം എൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. I'm going to trust you because I love you. I love you so much. I love you too. Can I start? Of course.